ഹായ് എല്ലാവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഓണത്തിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആഗ്രഹം പോലെ ഓണത്തിൻ്റെ അന്ന് വീട് പാല് കാച്ചി. പിന്നെ ആരെയും വിളിച്ചൊന്നുമില്ല, ചെറുതായിട്ട് ഞാൻ ആ ചടങ്ങ് മാത്രം കഴിച്ചു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചിങ്ങക്കത്തിരുവോണത്തിന് പാല് കാച്ചാണ്. അപ്പോൾ അത് ചെയ്ത് ചുറ്റുവട്ടത്തുള്ള കുറച്ച് ആൾക്കാരെ വിളിച്ച്, പിന്നെ എനിക്ക് വീടിൻ്റെ പണി നോക്കി നടത്തി തരുന്നൊരു ആളുണ്ടായിരുന്നു, ബാലകൃഷ്ണൻ എന്ന് പറയും. ആളെ വിളിച്ച് എന്നിട്ട് അവരെ കൂടി വന്ന് പരിപാടിക്ക് ഉഷാറാക്കി തന്നു. സന്തോഷമായി എല്ലാം കൊണ്ട്. കാരണം ഒരാൾക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമുള്ളൊരു വീട് എന്നുവെച്ചാൽ അതിൽ കയറുന്നാൽ നമ്മളെ ആരും ഇറക്കി വിടില്ലല്ലോ. നമുക്ക് നമ്മളെ എന്ന് പറഞ്ഞിട്ട് കിടക്കാതെ കുറേ നാളായില്ലേ ഞാൻ വാടകയ്ക്കും പണയത്തിനൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പം എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ഇതൊക്കെ സഹായം കൊണ്ടും എല്ലാവരും ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. നടക്കില്ല. അപ്പം അതിൻ്റെയൊക്കെ ഇതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീടായി എന്ന് പറയാം. ഇനി പണികളുണ്ട്, അത് വേറെ കാര്യം. ജലപ്പൊളി വയ്ക്കാണ്ട്, കിണർ കെട്ടിക്കയറ്റാണ്ട്, സെപ്റ്റി ടാങ്കിന് വേസ്റ്റ് വീട്ടിൽ സ്ലാബ് ഇടാണ്ട്, പിന്നെ അടിപ്പണി ചെയ്യാണ്ട്, പിന്നെ ടാങ്ക് മോട്ടർ വിഭാഗ കാര്യങ്ങളൊക്കെ ഉണ്ട്. പണി ഇങ്ങനെ തൊട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പെൻഡിങ് ആക്കിയിട്ട് തൽക്കാലം വൈറ്റ് സിമെൻ്റ് അടിച്ച് ഇലക്ട്രീഷ്യൻ്റെ പണിയിൽ വിധം കഴിച്ച് വെച്ച് ഞാൻ പാല് കാച്ചി. അന്ന് എൻ്റെ വീട്ടിൽ സ്വന്തമായൊരു വീട്ടിൽ ഞാൻ കിടന്ന് ഉറങ്ങി. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ മാത്രമല്ല, ഈ വിജാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. മൂപ്പര് മരിച്ചതിന് ശേഷം ഞാൻ വാടകയ്ക്കും മണ്ണിനൊക്കെ നടന്നില്ലേ. അപ്പോൾ പഞ്ചായത്ത് ഗവൺമെൻറ്റിൻ്റെ ഇതുകൊണ്ടും കൊണ്ട് എല്ലാവരോടും ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനി മുന്നോട്ട് ഇതേപോലെ തന്നെ പണികൾ കഴിയും എന്ന് വിശ്വാസം. അത് പണി കഴിഞ്ഞില്ലെങ്കിലും വാതിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇനി ജനൽപ്പൊളി വെച്ചാലും അടിപ്പണി ചെയ്തില്ലെങ്കിലും കയറി കിടക്കാനും. അപ്പോൾ വളരെ സന്തോഷത്തോടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബൈ ബൈ. പാല് കാച്ചലാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് വീടൊക്കെ ഞാൻ വൃത്തിയാക്കി രാവിലെ പൂക്കളിട്ട് നിലമൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള പണിയൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടത് പോലായി. ഇനി കയറുന്നത് ഹോള്. ഇത് ഹോള് ഇതൊരു ബെഡ്റൂമും ഇതൊരു ബെഡ്റൂം കണ്ടോ. ബെഡ്റൂമ് ജനലിൻ്റെ പുളിയൊക്കെ വെക്കാണ്ട് കുറച്ചുകൂടി പണിയൊക്കെ ഉണ്ട്. എന്നാലും ഓണല്ലേ, ഒന്ന് പാല് കാച്ചാൻ വിചാരിച്ചു. പിന്നെ അതാ ഇത് അടുക്കളയോട് കൂടിയിട്ട് റൂമും സെറ്റുണ്ട്. പിന്നെ അവിടെ ഒരു ബാത്റൂം. ഇതൊക്കെ ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും വീണ്ടും കാണിക്കുന്നതാണ്. ഇതാണ് അടുക്കളകളുണ്ട്. അപ്പോൾ ഇവിടെ വരെയൊക്കെ എനിക്ക് എൻ്റെ വീടിന് എത്തിയുണ്ട്. പിന്നെ ഇത് കിണർ ഉണ്ടോ. ഇതൊക്കെയാണ് എൻ്റെ വീട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മഴയാണ്, എന്നാലും അങ്ങനെ വരെയൊക്കെ എത്തി. എല്ലാവരും അനുഗ്രഹം കൊണ്ടൊക്കെ ഓക്കെ.
അതാ ഇളക്കിക്കളി. മതി 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 മതി. ഓ കിട്ടി കിട്ടി കിട്ടി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാളേ. എന്ത് പറയാ? നിങ്ങൾക്കൊന്നും പറയാല്ലേ? എല്ലാവരും ഇളക്കി കളയാ ഓരോ കയ്യില്. വരി സക്കിത്ത വരി. താത്ത എല്ലാവരും പോരി. അതിനിപ്പോ എന്താ അതാ പുതിയ കലായികാനെ നരങ്ങി നരങ്ങി പോണു. നീ ഒരാളും കൂടെ അല്ലേ അത് ഇളക്കി കഴിഞ്ഞാ പിന്നെ നീ ഇളക്കണ്ട. ഇനി അത് തിളച്ച് പൊന്തി പോണം. ഐശ്വര്യായിട്ട് കാറ്റേട്ടോ. നന്നായി വരണേ. ഇളക്കിക്കോട്ടെ. വരണൂര് ഇളക്കിക്കോട്ടെ. ഇവിടെ എത്തിയോ? അല്ല ഇത് ഇങ്ങനെ തൂവാണോ എനിക്ക് പാല് തറച്ചിട്ട് ഓല ഏത് ഭാഗത്തേക്കാ നോക്കൂ അല്ലേ? അങ്ങനെ ഓഫാക്കിയെ തടിച്ച് തുക്കി മതി. അപ്പൊ അത് കഴിഞ്ഞ ഒന്ന് വേഗം കാച്ചിയേ. എന്ത് വേഗം. അപ്പോൾ ഇതാണ് എൻ്റെ ഓണ വിഭവങ്ങൾ. കണ്ടോ? പപ്പടം, പഴനുറുക്ക്, ഉപ്പേരി, സാമ്പാർ, പിന്നെ പായസവും. അപ്പോൾ ഓണസദ്യയാണ് എൻ്റെ. അപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞു. ഞാൻ ഓണസദ്യ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം. ബൈ ബൈ. അടുത്ത കൊല്ലം ഇതേപോലെ ഒരു കുഴപ്പമില്ലാതെ ഓണം ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ബൈ.